തെരഞ്ഞെടുപ്പ് കളം പിടിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. വോട്ടർമാരെ നേരിൽ കണ്ടും റോഡ് ഷോയൊക്കെ നടത്തിയും വളരെ ആവേശത്തോടെയാണ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് നോക്കാം തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികൾ എങ്ങനെയാണ് ഇന്ന് മുന്നോട്ട് പോകുന്നതെന്ന്. ഗുഡ് മോർണിംഗ് ഷീജ. ഗുഡ് മോർണിംഗ് മനു. ഷീജ, ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും ഈ പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് കളം നിറയുന്ന കാഴ്ചയാണ്. മറുവശത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും വന്നിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടുമില്ല, പരിഹരിച്ചിട്ടുമില്ല. പക്ഷേ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഒരുമയോടെ മുന്നോട്ട് പോകുന്നു. വളരെ ആവേശകരമായ ഒരു അന്തരീക്ഷം കാണാൻ കഴിയുന്നു. എന്താണ് ഇന്നത്തെ കാര്യപരിപാടികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ? തീർച്ചയായും മനു, ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എൽ ഡി എഫ് വലിയൊരു മുന്നേറ്റം തന്നെ ഇതിനകം കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. കാരണം മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ആദ്യം സീറ്റ് നിർണ്ണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായ രീതിയിൽ ഒരു തർക്കങ്ങളുമില്ലാതെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് പോലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാവരും സജീവമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം മണ്ഡലം, അതോടൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലം, ഈ രണ്ട് മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ പ്രചരണ രംഗത്തെ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ഇപ്പോൾ രാവിലെ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പ്രചരണം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പാറശാല, നെയ്യാറ്റിൻകര ഭാഗത്തൊക്കെയായി പ്രധാനപ്പെട്ട വ്യക്തികളെ നേരിൽ കണ്ട് എല്ലാവരെയും സന്ദർശിച്ചിരുന്നു. ഇന്നിപ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തിൽ അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ശേഷം വട്ടിയൂർക്കാവ്, ഈ രണ്ടിടങ്ങളിലേക്കാണ് ഇന്നിപ്പോൾ പന്ന്യൻ രവീന്ദ്രൻ എത്തുന്നത്. അതിനൊപ്പം തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വി ജോയ് ആകട്ടെ രാവിലെ ചിറയൻകീഴും തുടർന്ന് വാമനപുരം മണ്ഡലങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം വാമനപുരം മണ്ഡലത്തിലുമായിട്ടാണ് ഇന്നത്തെ പ്രചരണ പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. വലിയൊരു സ്വീകാര്യത ഇതിനകം തന്നെ ജനങ്ങൾക്കിടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല.